The price of a table and chair is 11,000 rupees. The price of the table and 4 chairs is 14,000 rupees. What is the price of each? എന്താ പറയുന്നത്? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി എത്ര രൂപയാണ് വില? 11,000 രൂപയാണ് വില. എന്നാൽ ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി എത്ര രൂപ? 14,000 രൂപ. എങ്കിൽ ഓരോന്നിൻ്റെയും മേശയുടെയും കസേരയുടെയും വില എത്രയാണ്? ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? മേശ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ അല്ലേ? ടേബിളുണ്ട്, പിന്നെ എന്തുണ്ട്? നമുക്ക് ചെയറുണ്ട്. ചെയറിന് നമുക്ക് എക്സ് എന്നും ടേബിളിന് നമുക്ക് എന്ത് കൊടുക്കാം? വില വൈ എന്നും പേര് കൊടുക്കാം. കണ്ടോ? ചെയറിന് നമ്മൾ എക്സ് കൊടുത്തു, ടേബിളിന് നമ്മൾ വൈ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? 1 ടേബിൾ പ്ലസ് 1 ചെയർ അല്ലേ? ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടി എത്ര രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത്? 11,000 രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ. ടേബിൾ എന്താണ്? 1 ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വില കൊടുത്തു? വൈ പ്ലസ് 1 ചെയർ അല്ലേ? 1 ചെയറിന് എന്താണ്? എക്സ് എന്ന വിലയും കൊടുത്തു. ഈക്വൽ ടു 11,000. കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് എന്ത് വേണം നമുക്ക്? ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്? 1 ടേബിൾ പ്ലസ് 4 ചെയർ എത്രയാണ് വന്നിട്ടുള്ളത്? 14,000. കണ്ടോ? 14,000 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ടേബിളിൽ നമ്മൾ എന്ത് വില കൊടുത്തിട്ടുണ്ട്? എന്ത് പേര് കൊടുത്തിട്ടുള്ളത്? വൈ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. വൈ പ്ലസ് ഈ 4 ഇവിടെ എഴുതാം. ചെയറിന് നമ്മൾ എന്താണ് പേര് കൊടുത്തിട്ടുള്ളത്? എക്സ് എന്ന പേരും കൊടുക്കാം. ഈക്വൽ ടു 14,000. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം പേരുകളാണ് കൊടുത്തിട്ടുള്ളത്? 1 ടേബിൾ 1 ചെയറിൻ്റെ വില കൊടുത്തു, ഒരു ടേബിളിൻ്റെയും 4 കസേരയുടെയും വില കൊടുത്തു അല്ലേ? അപ്പോൾ നമ്മൾ അതിന് ഇക്വേഷൻ ഒരു ചെറിയ രീതിയിൽ നമ്മൾ കണ്ടത്. ഇത് വൈ പ്ലസ് എക്സ് ആണ്. നമുക്ക് അതിനെ എങ്ങനെ മാറ്റാം? വൈ പ്ലസ് എക്സിനെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 4x പ്ലസ് വൈ ഈക്വൽ ടു 14,000. കണ്ടല്ലോ? ഇങ്ങനെ എഴുതാം. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. കണ്ടോ? 2 ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്കിത് വെച്ച് ഈ സെക്കൻഡ് ഇക്വേഷൻ എടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 4x പ്ലസ് വൈ ഈക്വൽ ടു 14,000. കണ്ടോ? ഇതിനെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1000 എന്ന് കണ്ടല്ലോ. ഇതിൻ്റെ നമുക്ക് വില എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നോക്കിയാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. കണ്ടല്ലോ? ഇനി y ഈക്വൽ ടു 11,000 മൈനസ് എക്സ്. അപ്പം നമുക്ക് വൈൻ്റെ വാല്യൂ എത്ര കിട്ടി? 11,000 മൈനസ് എക്സ്. ഇനി ഞാൻ എന്ത് പറഞ്ഞത്? രണ്ടാമത്തെ ഇക്വേഷൻ്റെ കൂടെ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. വൈൻ്റെ വില കൊടുത്ത് ചെയ്ത് നോക്കാം. 4x പ്ലസ് വൈൻ്റെ വാല്യൂ എത്രയാണ്? 11,000 മൈനസ് എക്സ്. അത് നമുക്കിവിടെ എഴുതാം. 11,000 മൈനസ് എക്സ് ഈക്വൽ ടു 14,000. ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് എന്താ? ഈ എക്സുകളെ നമുക്ക് ഒരു സൈഡിലോട്ടായിട്ട് എഴുതാം. അപ്പോൾ 4x മൈനസ് എക്സ് പ്ലസ് 11,000 ഈക്വൽ ടു 14,000. ഓക്കെയല്ലോ? ഇനി എന്താണ്? 4xൽ നിന്ന് 1x കുറച്ചാൽ എത്രയാണ്? 3x ആണ്. 3x പ്ലസ് 11,000 ഈക്വൽ ടു 14,000. ആണല്ലോ? ഇനി ഈ 3x മാത്രം എടുക്കുക. 3x ഈക്വൽ ടു 14,000 ആദ്യം നമുക്ക് എഴുതാം. ഇനി ഈ പ്ലസ് 11,000 14,000 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? മൈനസായി മതി. അപ്പം നെഗറ്റീവ് 11,000 മൈനസ് 11,000. ഓക്കെ ആയല്ലോ? ഇനി 3x ഈക്വൽ ടു ഈ രണ്ടും സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കാം. അപ്പോൾ എത്രയാണ്? നമുക്ക് കുറയ്ക്കുമ്പോൾ 14,000 അല്ലേ? അതിൽ നിന്ന് നമുക്ക് 11,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3,000. 3,000 ആണ് കിട്ടുന്നത്. അപ്പോൾ 3,000. എക്സ് ഈക്വൽ ടു 3,000 ബൈ 3 എത്രയാണ്? 3,000 ബൈ 3. 3 എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യം. അപ്പോൾ നമുക്ക് 1000. എക്സ് ഈക്വൽ ടു 1000.
ഓക്കെ ആയല്ലോ. ഇനി അതിൽ തന്നെ ഇനി നമ്മൾ വൈന് വില കൊടുക്കണം അല്ലേ. നമുക്ക് എക്സ് ആണ് കിട്ടിയിട്ടുള്ളത്, എക്സ് വൈക്ക് വില കൊടുക്കണ്ടേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് ഇക്വേഷനാണ് ചെയ്തത്, ഇനി ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. എക്സിൻ്റെ വില നമുക്ക് കിട്ടി 1000. ഓക്കെ അല്ലോ. 1000 പ്ലസ് വൈൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് വൈ 1000 പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? 11,000. ഇനി വൈ ഈക്വൽ ടു 11,000. ഇവിടെ എന്തായിരുന്നു? ഈ 1000 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ മൈനസ് ഇവിടെ ഒരു നമ്പർ കൂടുതലുണ്ടോ നമ്മൾ ചെയ്തതിൽ? എക്സിനെ ഒരു 0 കൂടുതലിട്ടിട്ടുണ്ട് അല്ലേ, അത് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ 1000 കണ്ടോ. ഇനി എന്താണ്? വൈ ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ 11,000 നിന്ന് 1000 കുറച്ചാൽ നമുക്ക് എത്രയാണ്? 10,000 അല്ലേ. അപ്പോൾ വൈൻ്റെ വില എത്ര കിട്ടി നമുക്ക്? 10,000. അപ്പോൾ ഒന്ന് നോക്കിയാൽ എക്സിൻ്റെ വില എത്രയാണ് നമുക്ക് കിട്ടിയത്? 1000. വൈയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 10,000. ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.